നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരിലെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം. വിശദീകരണവുമായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്. ചാവക്കാട് തിരുവത്ര AC ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സാറൂഖിനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്. തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം കുന്നംകുളം നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. വാഹന ഗതാഗതത്തിന് തടസ്സമാണെന്നും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുന്നംകുളം കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശികളായ ആദർശ്, അഭിനവ്, അഭിജിത്ത് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തയിലേക്ക്. ചാവക്കാട് തിരുവത്ര AC ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സാറൂഖിനെ കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അറിയിച്ചു. സാറൂഖിനെതിരെ കൊല്ലപ്പെട്ട AC ഹനീഫയുടെ ഭാര്യ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതി നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുന്നതുവരെ സാറൂഖിനെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്ന് ക്യാമ്പ് ബഹിഷ്കരിച്ച വിഭാഗത്തിനോട് അറിയിച്ചതാണ്. ഇതിനു വഴങ്ങാതെ മനഃപൂർവ്വം പ്രസ്ഥാനത്തെ കരിവാരിത്തേച്ച് ക്യാമ്പിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഈ വിഭാഗം ചെയ്തതെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ബ്ലോക്ക് ക്യാമ്പ് എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തിട്ടുണ്ടെന്നും ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പിൽ AC സാറൂഖിനെ പങ്കെടുപ്പിക്കാതിരുന്നതിനെ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. കുന്നംകുളം കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശികളായ 22 വയസ്സുള്ള ആദർശ്, 20 വയസ്സുള്ള അഭിനവ്, 21 വയസ്സുള്ള അഭിജിത്ത് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നവംബർ 9-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പ്രതികൾ യുവാക്കളെ ഹെൽമറ്റുകൊണ്ടും കൈക്കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പറയുന്നു. മർദ്ദനത്തിൽ കാണിപ്പയൂർ സ്വദേശികളായ സൗരവ്, അരുൺ, അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് 5 പേർക്കെതിരെ കേസെടുത്ത പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. CCTV ന്യൂസ്, കുന്നംകുളം. എളവള്ളി സെന്റ് ആന്റണീസ് ദൈവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി KLM എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ആശുപത്രിയുമായി സഹകരിച്ച് സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ D വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണനായ്ക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. KLM യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷനായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സീമ ഷാജു, ജൂബിലി കൺവീനർ AP തോമസ്, AA ഔസേപ്പ്, PI ഷാജു, ഡോക്ടർ നിമ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ ലോഫി റാഫേൽ, സൈമൺ വെടുക്കൂട്ട്, CK ജോയ്, AJ ജിജോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനായിരുന്ന പ്രൊഫസർ PS നാരായണൻ അനുസ്മരണ സമ്മേളനം കിരാലൂർ സൗഹൃദാരാമത്തിൽ നടന്നു. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് M കേശവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി AN സോമനാഥൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ നായർ നന്ദിയും പറഞ്ഞു. CPM തിരുവത്ര ലോക്കൽ സമ്മേളനം സമാപിച്ചു. ബഹുജന പ്രകടനവും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നു. പ്രകടനം തിരുവത്ര കുമാർ UP സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച് തിരുവത്ര മുട്ടിൽ സജ്ജമാക്കിയ KT ഭരതൻ നഗറിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സോഫിയ മെഹർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MR രാധാകൃഷ്ണൻ, ഷൈനി ഷാജി, KK മുബാറക്, തിരുവത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദിവെ, VG സഹദേവൻ എന്നിവർ സംസാരിച്ചു.
പ്രകടനത്തിന് CPIM തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PP രണദിവെ, പ്രിയ മനോഹരൻ, TM ദിലീപ്, KR ആനന്ദൻ, TM ഷഫീഖ്, PK മോഹനൻ, KU ജാബിർ, MA ബഷീർ എന്നിവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച നടന്ന CPIM തിരുവത്ര ലോക്കൽ പ്രതിനിധി സമ്മേളനം 13-അംഗ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിയായി KH സലാമിനെയും തെരഞ്ഞെടുത്തിരുന്നു. പ്രതിനിധി സമ്മേളനം CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ LDF കൺവീനറുമായ KV അബ്ദുൽ ഖാദറാണ് ഉദ്ഘാടനം ചെയ്തത്. TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദിവെ, KV അഷ്റഫ് ഹാജി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരുമായ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ചാവക്കാടിന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് കടൽക്കരയിൽ താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുന്നതിനും പുത്തൻകടപ്പുറത്ത് ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, ചാവക്കാട്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വേലൂർ പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി. ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി പ്രതിനിധി കീർത്തന കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. 8 സ്കൂളുകളിൽ നിന്നും 210ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അവതരണം, പ്ലക്കാർഡുകളുടെ പ്രദർശനം, മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ പ്രതിജ്ഞ ചൊല്ലൽ എന്നിവ നടന്നു. ചടങ്ങിൽ ഹരിതചട്ടം പാലിക്കുന്ന വേലൂർ പഞ്ചായത്തിലെ 13 സ്ഥാപനങ്ങൾക്കും 5 സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ സൈമൺ TD, ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ TK, VO ദീപ S, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഹന ഗതാഗതത്തിന് തടസ്സമാണെന്നും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം കുന്നംകുളം നഗരസഭാധികൃതർ പൊളിച്ചു നീക്കി. തിരുത്തിക്കാട് തുറക്കുളം റോഡിൽ പ്രവർത്തിച്ചിരുന്ന തട്ടുകടയാണ് പൊതുജനാരോഗ്യ വിഭാഗം പോലീസ് സഹായത്തോടെ പൊളിച്ചു നീക്കിയത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S രശ്മി, PP വിഷ്ണു, ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തട്ടുകട പൊളിച്ചു നീക്കിയത്. എയ്ഡ്സ് രോഗികളെ തൃശൂരിൽ ആദ്യമായി ശുശ്രൂഷിച്ച് മാതൃകയായ പെരിങ്ങണ്ടൂർ പീസ് ഹോം മുൻ ഡയറക്ടറും തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനുമായ ഫാദർ വർഗീസ് പാലത്തിങ്കലിനെ NCC കേഡറ്റുകൾ ആദരിച്ചു. എയ്ഡ്സ് ദിനത്തിൽ സംഘടിപ്പിച്ച ആദര ചടങ്ങ് 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ഫാദർ വർഗീസ് പാലത്തിങ്കലിന് സപ്തതി ദിനാശംസകൾ നേർന്ന കേഡറ്റുകൾക്ക് മധുരവും നൽകിയാണ് അദ്ദേഹം യാത്രയാക്കിയത്. NCC അണ്ടർ ഓഫീസർമാരായ AR അമൽരാജ്, PA ശ്രുതി എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിലിം ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രജാലകം എന്ന പേരിൽ സിനിമാ പ്രദർശനവും അഭിനയ ശില്പശാലയും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഷോർട്ട് ഫിലിം നിർമ്മിക്കുവാൻ യോഗം തീരുമാനിച്ചു. മുൻ PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രശസ്ത തിരക്കഥാകൃത്ത് റഫീഖ് പട്ടേരി ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ പ്രദീപ് നാരായണൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സ്കൂൾ അധ്യാപകനായ PK അബൂബക്കർ മാസ്റ്റർ, വിദ്യാർത്ഥികളായ സബ്രിൻ, അഫ്രീന ഷെറിൻ, മുഹമ്മദ് ഈസാൻ, സുർമിയ ഹക്കീം, അൻവർ, റാഷിദ് അഭിനയ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ സർഗാത്മകമായി ലഭിക്കുന്ന കഴിവുകളെ കണ്ടെത്തുകയും അവ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നടത്തുന്ന ചിത്രജാലകം ക്യാമ്പയിനിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. ജാതിമത ഭേദമന്യേയുള്ളവരുടെ പങ്കാളിത്തമുള്ള വിളക്കു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭഗവതി സന്നിധിയിൽ ദേശവിളക്കും അന്നദാനവും നടന്നത്. ശനിയാഴ്ച വൈകിട്ട് വിളക്ക് യോഗക്കാരായ മർത്തങ്കോട് മഠാധിപതി ജ്യോതിപ്രകാശും സംഘവും വിളക്കു പന്തലിലേക്കുള്ള എഴുന്നള്ളിച്ചിരുത്തലിനു ശേഷം ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്കു ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉടുക്കുപാട്ടിന്റെയും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ സമാപിച്ചു. തുടർന്ന് പന്തലിൽ വിളക്കുപാട്ട്, തിരിയൂഴിച്ചിൽ, വെട്ടുതട, കനലാട്ടം എന്നിവ നടന്നു. വിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ചാമുണ്ടേശ്വരി ദേവി ഭജൻസിന്റെ ഭജനയും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഉണ്ടായിരുന്നു. അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ 5000ഓളം പേർ പങ്കെടുത്തു.
പൊതിയഞ്ചേരി ദേശവിളക്കാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ.ബി. അജീഷ്, സെക്രട്ടറി ചന്ദ്രദാസൻ, ട്രഷറർ വിജയകുമാർ, ക്ഷേത്രം പ്രസിഡന്റ് ഇ.എസ്. ബാബു, സെക്രട്ടറി ടി.വി. വിനോദ് എന്നിവരും മെമ്പർമാരും നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് എഴുന്നള്ളിപ്പിന് ഒറ്റപ്പിലാവ് സൗഹൃദ കൂട്ടായ്മ നൽകിയ സ്വീകരണം മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിനാണ് ഒറ്റപ്പിലാവ് നൂറുസലാം ജുമാ മസ്ജിദിന് മുന്നിൽ സ്വീകരണം നൽകിയത്. ശീതളപാനീയവും ലഘുഭക്ഷണവുമാണ് താലമേന്തിയ നൂറുകണക്കിന് മാളികപ്പുറങ്ങൾക്കും എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തവർക്കും വഴിയാത്രക്കാർക്കും വിതരണം നടത്തിയത്. സ്വീകരണത്തിന് ഒറ്റപ്പിലാവ് സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ നേതൃത്വം നൽകി. ഒറ്റപ്പിലാവ് മേഖലയിൽ നിന്നും നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന നബിദിന റാലിക്ക് ക്ഷേത്ര കവാടത്തിൽ വിളക്കാഘോഷ കമ്മിറ്റി പായസ വിതരണം നടത്തിയാണ് സ്വീകരണം നൽകാറുള്ളത്. കുന്നംകുളം മേഖലകളിലെ പള്ളി പെരുന്നാളുകളിലും പൂരങ്ങളിലും ഉത്സവപ്രേമികളുടെ ആവേശമായ രാജു തെക്കേപ്പുറം ചെണ്ടമേളത്തിൽ 3.5 പതിറ്റാണ്ട് പിന്നിടുന്നു. മേളപ്പെരുക്കത്തിലെ പാടവത്തിനപ്പുറം വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ് രാജു. കഴിഞ്ഞയാഴ്ച ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിപ്പെരുന്നാളിൽ രാജുവിന്റെ നേതൃത്വത്തിൽ 4ഓളം പെരുന്നാൾ ആഘോഷങ്ങളിൽ വാദ്യവിസ്മയം തീർത്തത് ചരിത്രമായി. ആദ്യമായാണ് ഒരേ പെരുന്നാളിൽ 4 ആഘോഷ കമ്മിറ്റികൾക്ക് രാജുവിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളം ഒരുക്കിയത്. 10 വർഷം മുമ്പ് ചാലിശ്ശേരി സെന്റ് ഔഗൻസ് പള്ളിപ്പെരുന്നാളിൽ 121 പേരുടെ ചെണ്ടമേളം ഒരുക്കിയതും വേറിട്ട കാഴ്ചയായിരുന്നു. ചെണ്ടയുമായി ആഴത്തിൽ ബന്ധമുള്ള ഈ കുടുംബത്തിന്റെ സാന്നിധ്യം ചാലിശ്ശേരിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ചെറുപ്രായം മുതൽ ചാലിശ്ശേരിയിലെ പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങളിൽ സജീവമാണ് രാജു. ചാലിശ്ശേരിയിൽ നിന്ന് പുഷ്പയെ വിവാഹം കഴിച്ചതോടെ രാജുവിന് ഗ്രാമവുമായി ഏറെ അടുത്ത സ്നേഹബന്ധമായി. കുന്നംകുളം തെക്കേപ്പുറം വീട്ടിൽ പിതാവ് ശങ്കരൻ, മുത്തച്ഛൻ ദേവൻ എന്നിവർ ചെണ്ടവാദ്യ ശില്പികളായിരുന്നു. തലമുറകളായുള്ള ചെണ്ടമേള പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് 56-കാരനായ രാജു. മേളത്തിൽ സ്വയം തലപ്പക്കമുണ്ടാക്കിയ രാജു ഇതിനകം നിരവധി പേരെ ഓൺലൈനായും അല്ലാതെയും വാദ്യം പഠിപ്പിക്കുന്നുണ്ട്. മാസങ്ങൾക്കു മുൻപ് ഓസ്ട്രേലിയയിൽ സ്റ്റീഫൻ ഡെവസിയുടെ മ്യൂസിക് ഷോയിൽ ചെണ്ടവാദ്യമൊരുക്കിയത് രാജുവിന്റെ കീഴിൽ പഠിച്ച 28ഓളം ശിഷ്യന്മാരാണ്. ചെണ്ടമേളത്തിനപ്പുറം കലാരംഗത്തും മികവ് പുലർത്തിയ ഇദ്ദേഹം അമേച്ചർ നാടകം, സീരിയൽ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹദൂത്, പുനർജനി എന്നീ 2 ടെലിഫിലിമുകളും സംവിധാനം ചെയ്തു. നിരവധി കവിതകളും അയ്യപ്പ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കൂടാതെ തോർത്തിൽ വിരിയുന്ന കൈവിരുതുകൾ എന്ന പേരിൽ സ്കൂൾ തലങ്ങളിൽ 25-ൽ പരം കാട്ടിലെ മൃഗങ്ങളുടെ മാതൃക സൃഷ്ടിക്കുന്നത് രാജുവിനെ വ്യത്യസ്തനാക്കുന്നു. വീട്ടിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊട്ട് ഉണ്ടല്ലോ, അപ്പൊ അത് കേട്ടപ്പോ കൊട്ടിന്റെ ഇൻട്രസ്റ്റിലെ മുത്തശ്ശൻ അങ്ങനെ. കേരളത്തിനപ്പുറം ഇന്ത്യയിലെ 5ഓളം സംസ്ഥാനങ്ങളിൽ ചെണ്ടമേളം ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്ന അടുപ്പൊട്ടി പെരുന്നാളിന്റെ ഭാഗമായി സങ്കീർത്തന ആഘോഷ കമ്മിറ്റി സ്വർണ്ണപ്പതക്കം നൽകി ആദരിച്ചിരുന്നു. അണ്ടത്തോട് GMLP സ്കൂൾ ജീവനക്കാരനാണ്. പുഷ്പയാണ് ഭാര്യ. ബിരുദധാരിയായ അഭിരാമി, കോമഡി ഉത്സവം ഗായിക കൃഷ്ണ എന്നിവർ മക്കളാണ്. മരുമകൻ പ്രശാന്ത്, അദ്വിക് പേരക്കുട്ടിയാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഹല്യ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഫൗസിയ ഫിറോസ്, എക്സിക്യൂട്ടീവ് മെമ്പർ ജസീല, അധ്യാപകരായ ഇബ്രാഹിംകുട്ടി, ബുഷറ, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ആകാശ്, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ TA നിഷ എന്നിവർ സംസാരിച്ചു. വളണ്ടിയർ ലീഡർമാരായ അർച്ചന രമേശ്, ജുനൈദ്, KP ദിയ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി. കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുന്നംകുളം മുഴുവൻ വിളക്ക് അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്കാഘോഷം വിപുലമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിളക്കുപന്തലിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും 6 മണി മുതൽ 10 മണി വരെ ശ്രീ ധർമ്മശാസ്താവിന് നെയ്യഭിഷേകം, ശ്രീ ചെറുവത്തൂരപ്പനും മറ്റ് ഉപദേവന്മാർക്കും വിശിഷ്ട നിവേദ്യത്തോടെ പ്രത്യേക പൂജകളും നടന്നു. വൈകിട്ട് 6:30 നിറമാല, ദീപാലങ്കാരം, 6:45 ദീപാരാധന എന്നിവ നടന്നു. 7 മണിയോടെ തലക്കോട്ടുകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും
താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഭക്തിനിർഭരമായ പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിളക്കു പാർട്ടിക്ക് അകമല വിളക്കുസംഘം നേതൃത്വം നൽകി. കലാമണ്ഡലം ചന്ദ്രന്റെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. 7:30 ഗുരുവായൂർ അയ്യപ്പനാമം ഭജന സമിതിയുടെ നേതൃത്വത്തിൽ വിളക്കുപന്തലിൽ ഭജന ആരംഭിച്ചു. നഗരം ചുറ്റി പാലക്കൊമ്പെഴുന്നള്ളിപ്പ് രാത്രി 10 മണിയോടെ കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. 12 മണി മുതൽ വിളക്കുപന്തലിൽ വിളക്കുപാട്ട്, പാൽക്കുടമെഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിൽ, വെട്ടുതട, തുടർന്ന് ഗുരുതി സമർപ്പണം മുതലായ ചടങ്ങുകൾ നടന്നു. മുഴുവൻ വിളക്കിനോടനുബന്ധിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുന്നംകുളം പൊർക്കളേങ്ങാട് വീട്ടിൽ സന്തോഷിനായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായധനം കുടുംബത്തിന് കൈമാറി. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അജിത്ത് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രസ്റ്റ് പ്രവർത്തകരായ ഷൈജു, ഡാനിയൽ എന്നിവർ സംബന്ധിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് വാൾവ് മാറ്റിവെക്കാനായി സന്തോഷിന്റെ കുടുംബം തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നന്മ ട്രസ്റ്റ് പ്രവർത്തകർ ധനസമാഹരണത്തിനായി മുന്നിട്ടിറങ്ങിയത്. പുന്നിയൂർ കുമരംകോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല മാസാചരണത്തിന്റെ ഭാഗമായി സ്കന്ദപുരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സത്സംഗ പ്രമുഖ് ബ്രഹ്മശ്രീ നാരായണ ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. ക്ഷേത്ര ഭാരവാഹികളും മറ്റു ഭക്തജനങ്ങളും പങ്കെടുത്തു. പുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ദീപോജ്വലനത്തോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ സ്വാമി ശങ്കര വിശ്വാനന്ദ സരസ്വതി, ഹരിഹരൻ മാസ്റ്റർ, സ്വാമി ശങ്കരാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ അജയ് എന്നിവർ പ്രഭാഷണം നടത്തി. ഗീതാ വിനോദ് സ്വാഗതവും ചാന്ദിനി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. PS രവീന്ദ്രൻ, വേണുഗോപാൽ കരിപ്പോട്ട്, P വിനോദ്, MS ഷിജു, ദിവാകരൻ, CK മനോജ്, ബാബു, ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗപർണിക പ്രാർത്ഥനയും ആര്യ ബാബു സുഭാഷിതവും ജിത ജ്യോതി വ്യക്തിഗീതാലാപനവും നടത്തി. തുടർന്ന് അന്നദാനവും ഉണ്ടായി. പോർക്കുളം അയ്യപ്പ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. വേദക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം, ഉടുക്കുപാട്ട്, കാവടിയാട്ടം, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. അന്നദാനം, ഭജന, കനലാട്ടം, അയ്യപ്പൻ വാവർ സംവാദം, ഗുരുതി തർപ്പണം എന്നിവയുമുണ്ടായി. ചാലിശ്ശേരി മുക്കിൽ പീടിക മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മുക്കിൽ പീടിക സെന്ററിൽ മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റി പരിസരത്ത് നടന്ന ക്യാമ്പ് ട്രസ്റ്റ് ചെയർമാൻ K ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു. PA ഫൈസൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. AM നൌഷാദ്, PM അബ്ദുറഹ്മാൻ, PM ഇബ്രാഹിം, PA സാലി, KR രാജേഷ്, KK കൃഷ്ണകുമാർ, TM ഷമീർ, TM സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കണമെന്നും തെരുവുനായ്ക്കളുടെ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA കടങ്ങോട് യൂണിറ്റ് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പാറപ്പുറം വായനശാലയിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് KT രാജൻ, സെക്രട്ടറി AR അരവിന്ദാക്ഷൻ, സെക്രട്ടറി സ്മിത വിശ്വനാഥൻ, ട്രഷറർ ഷീബ, നിഷ രാജൻ, സുബിത എന്നിവർ സംസാരിച്ചു. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അനീന, സാഹിത്യരചനയിൽ വേൾഡ് റെക്കോർഡ് നേടിയ R ദൃശ്യ നായർ എന്നിവരെ അനുമോദിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ, സെക്രട്ടറി സ്മിത വിശ്വനാഥൻ, ട്രഷറർ സുബിത എന്നിവരെ തെരഞ്ഞെടുത്തു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ UN അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുന്നീർകുളത്ത് സംഘടിപ്പിച്ച നേർപ്പദം ആദർശ സംഗമം ആവശ്യപ്പെട്ടു. ആൽത്തറ ടൗൺ ജുമാ മസ്ജിദിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രതിനിധികളായ മുസ്തഫ മദനി, അസർ, അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. നേർപ്പദം ജില്ലാ കൺവീനർ നാസർ കല്ലൂർ സ്വാഗതവും ഉമ്മർ പിള്ളക്കാട് നന്ദിയും പറഞ്ഞു.
മന്ദലാംകുന്ന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സെൻസസ് 2025ന്റെ ഭാഗമായി സ്ഥിതി വിവരക്കണക്ക് ശേഖരണം തുടങ്ങി. മന്ദലാംകുന്ന് മഹലിൽ സ്ഥിരതാമസക്കാരായ മുഴുവൻ മഹല് നിവാസികളുടെയും സ്ഥിതി വിവരക്കണക്കുകളാണ് ഡിജിറ്റൽ എൻട്രിയുടെ ഭാഗമായി ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നത്. നിലവിലെ 9 ഡിവിഷനുകളിൽ മഹല് നിശ്ചയിച്ചിട്ടുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ നേരിട്ട് വീടുകളിലേക്ക് വന്ന് വിവരശേഖരണം നടത്തും. അതോടൊപ്പം QR കോഡ് പ്രകാരം പുതിയ വീട് നമ്പർ വീട്ടിൽ പതിക്കുകയും ചെയ്യും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മഹല്ല് മുൻ ഖത്തീബ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ വസതിയിലെത്തി വിവരശേഖരണം തുടങ്ങി. പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, സെക്രട്ടറി MK അബൂബക്കർ ഹാജി, ട്രഷറർ മുഹമ്മദ് അലി ഹാജി കാരയിൽ, മറ്റു കമ്മിറ്റി ഭാരവാഹികളായ KK ഇസ്മായിൽ, MA ഹനീഫ, VK സുലൈമാൻ ഹാജി എന്നിവർ സംബന്ധിച്ചു. അടുത്ത 5 വർഷത്തേക്കുള്ള സ്ഥിതി വിവരക്കണക്കുകളാണ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ശേഖരിച്ചു തുടങ്ങിയത്. MK മുനീർ, മുനീറുദ്ദീൻ ഫൈസി, സഹീർ ദാരിമി, ഷർഫീഖ് അംബാല, അജ്മൽ ഫൈസി എന്നിവരുടെ നേതൃത്വത്തിൽ 3 മാസം കൊണ്ടാണ് വിവരശേഖരണം നടത്തുക. നമ്മുടെ 9 ഡിവിഷനുകളിലാണ് ഇപ്പോൾ നമ്മുടെ മഹല്ലിലുള്ളത്. ഈ 9 ഡിവിഷനുകളിലും ഈ 4-5 പേര് നമ്മുടെ ടാഗ് മഹല്ലിൻ്റെ ടാഗൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് വരും. അതോടൊപ്പം QR കാർഡ് നമ്മുടെ നമ്പറിങ് പതിക്കും എല്ലാ വീട്ടുകളും. ആ QR കോഡിൽ നിങ്ങൾക്ക് മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ഭാരവാഹികൾ, മഹലിൻ്റെ ഖത്തീബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആ QR കാർഡിൽ നിങ്ങളെ മൊബൈലിൽ അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിവരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ സംവിധാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സെൻസസിന് തുടക്കം കുറിക്കുക. എന്തായാലും എല്ലാവരുടെയും സഹകരണം ഈ സെൻസസുമായി ഉണ്ടാവണം. നമ്മളെല്ലാവരും മഹലിൻ്റെ ഏകീകരണത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. CCTV ന്യൂസ് പുന്നീർകുളം. തലക്കോട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വത്സൻ നിർവഹിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് P മാധവൻ അധ്യക്ഷനായി. നേത്ര സംരക്ഷണം എങ്ങനെ എന്ന വിഷയത്തിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ആകാശ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വായനശാല സെക്രട്ടറി CK മുരളി, എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുയിലത്ത് എന്നിവർ സംസാരിച്ചു. നിർവാഹക സമിതി അംഗങ്ങളായ KV വില്യംസ്, KJ റിൻസ്, CK ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാലത്ത് ഗണപതി ഹോമം, കുടിവെപ്പ്, തുടർന്ന് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിളക്കുപാട്ട്, അയ്യപ്പ ജനനം, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, അയ്യപ്പനും വാവരും സംവാദം, വെട്ടുംതട എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷം നടന്നു. സമിതി രക്ഷാധികാരി PK സുരേഷ്, പ്രസിഡന്റ് PV സുബ്രഹ്മണ്യൻ, സെക്രട്ടറി PK മനോജ്, ട്രഷറർ KS സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശനും സംഘവും വിളക്ക് യോഗം നയിച്ചു. അന്നദാനവും ഉണ്ടായി. തുടർന്ന് താലം എടുത്ത മാളികപ്പുറങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ സെറ്റുമുണ്ട് സമ്മാനമായി നൽകി. ഗുരുവായൂർ മണ്ഡലം SDPIയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സമിതി ചാവക്കാട് ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. മണത്തല പള്ളി പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി ചാവക്കാട് നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതി മണ്ഡലം ജനറൽ കൺവീനർ സിദ്ദിഖുൽ അക്ബർ IB അധ്യക്ഷനായി. ജലീൽ സഖാഫി വിഷയാവതരണം നടത്തി. പ്രോഗ്രാം കൺവീനർ യഹിയ മന്ദലാംകുന്ന് സ്വാഗതവും വഖഫ് സംരക്ഷണ സമിതി മേഖലാ കൺവീനർ ഡോക്ടർ സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. സമിതി ചെയർമാൻ ഹുസൈൻ ഹാഷിമി വടക്കേക്കാട്, വഖഫ് സംരക്ഷണ സമിതി ചെയർമാൻ അബൂബക്കർ പുന്നയൂർ, വൈസ് ചെയർമാൻ ജാബിർ ആഡ്ലൈഫ്, സമിതി മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന എയ്ഡ്സ് ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ അധ്യക്ഷത വഹിച്ചു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെയും ആശാപ്രവർത്തകരുടെയും ഫ്ലാഷ് മോബ്, സ്കിറ്റ്, അമല മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ ക്ലാസ്, ക്വിസ് തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാറൂഖ് PM, പബ്ലിക് ഹെൽത്ത് നഴ്സ് വസന്ത എന്നിവർ സംസാരിച്ചു.
മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ മഴവില്ല് എന്ന പേരിൽ ചിത്രരചന മത്സരം നടത്തി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരനും ഗണിതശാസ്ത്ര അധ്യാപകനുമായ തുളസിദാസ് ചിത്രം വരച്ച് നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. 700ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയികളായവർക്ക് അൻസാർ സ്കൂൾ പ്രിൻസിപ്പാൾ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബഷീർ ഷർക്കിയുടെ പാരന്റിംഗ് ക്ലാസ്സിൽ 200-ലധികം രക്ഷിതാക്കൾ പങ്കെടുത്തു. കിഡ്സ്, ബഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായി നടത്തിയ ചിത്രരചന മത്സരങ്ങൾക്ക് മലർവാടി കുന്നംകുളം ഏരിയ സെക്രട്ടറി P മുനീറും അംഗങ്ങളും നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നമ്പഴിക്കാട് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുശീല സതീശൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ഷെല്ലി വിവേകാനന്ദൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ദിവ്യ ഷിബു വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PJ ജോൺസൺ സംഘടനാ റിപ്പോർട്ട് അവതരണം നടത്തി. ഏരിയ പ്രസിഡന്റ് ജീന ബാബു, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PT നിത്യ, ജോയിന്റ് സെക്രട്ടറി വിജിത മജ്നു, ഷിനി സുഭാഷ്, സുബിത എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സുശീല സതീശൻ പ്രസിഡന്റ്, ഷെല്ലി വിവേകാനന്ദൻ സെക്രട്ടറി, ദിവ്യ ഷിബു ട്രഷറർ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവത്ര സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം എടക്കഴിയൂർ കുട്ടൻ സ്മാരക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും താലം, ഉടുക്കുപാട്ട്, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മരത്തങ്കോട് മഠാധിപതി ജ്യോതി പ്രകാശിന്റെ നേതൃത്വത്തിൽ വിളക്കുപാട്ട്, ഭജന എന്നിവ ഉണ്ടായി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജയരാജൻ, സെക്രട്ടറി കിരൺ, ട്രഷറർ മണികണ്ഠൻ, അംഗങ്ങളായ ഷൈജു, രവി, ഗിനീഷ്, പത്മനാഭൻ, ക്ഷേത്രം ഭാരവാഹികളായ തനീഷ്, ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വളർന്നുവരുന്ന ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് വേണ്ട നൂതന പരിശീലന പദ്ധതികളുമായി യങ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് ഹുഡ് അക്കാദമി മരത്തങ്കോട് CR7 സ്പോർട്സ് ഹബിൽ ക്യാമ്പ് ആരംഭിച്ചു. CR7 ഉടമ ഷനിൽ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് കോച്ചസ് അനസ്, ആസിഫ് എന്നിവർ കായിക താരങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. MP സിജോ, ലെനീഷ്, ഹലീൽ റഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിതീഷ്, ഷിൻഡോ, നികേഷ്, വിനീത് എന്നിവർ നേതൃത്വം നൽകി. 5 വയസ്സ് മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വയലത്തൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കരയോഗം പ്രസിഡന്റ് PV സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിമൽ വിജയ്, കരയോഗം സെക്രട്ടറി ശശിധരൻ, വനിതാ സമാജം പ്രസിഡന്റ് ജ്യോതി രാജീവ്, സെക്രട്ടറി മഞ്ജു സേതുമാധവൻ, ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. മനോജ്, തുളസിരാജ്, വേണുഗോപാൽ, മോഹൻദാസ്, ആനന്ദവല്ലി എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 1 KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് BJP ബ്ലാങ്ങാട് 142 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും കൊടിമരം സ്ഥാപിക്കലും നടത്തി. ബൂത്ത് കൺവീനർ വിജേഷ് വിജയൻ അധ്യക്ഷത വഹിച്ചു. BJP കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗണേഷ് ശിവജി പതാക ഉയർത്തി. വാർഡ് മെമ്പറും BJP ചാവക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ ബോഷി ചാണശ്ശേരി മുഖ്യപ്രഭാഷണവും കർഷക മോർച്ച ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പണിക്കശ്ശേരി പുഷ്പാർച്ചനയും നടത്തി. ബ്ലാങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിന് ഗണേഷ് മാണി വിഗ്രഹം, മുരളി MK, സുധി പ്രണവം, ശ്യാംലാൽ, ശ്രീജിത്ത്, ലയേഷ്, രതീഷ്, പ്രസന്നൻ VR എന്നിവർ നേതൃത്വം നൽകി. BJP അയനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനം ആചരിച്ചു. അയനൂർ സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് അയനൂർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി PK, സന്തോഷ് KV, സുഗതൻ, രഞ്ജൻ മുതിരമ്പറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണൻ, ജനറൽ സെക്രട്ടറി KD ബാബു, BJP ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, മണ്ഡലം സെക്രട്ടറി സീന സുരേഷ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോകുൽ അശോകൻ, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശാന്തി സതീശൻ, യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ, പ്രബുലൻ തുടങ്ങി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു.
മലർവാടി ബാലസംഘം എടക്കഴിയൂർ ഏരിയയുടെ നേതൃത്വത്തിൽ മഴവില്ല് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. സിദി സാഹിബ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം പ്രിൻസിപ്പാൾ ജോയ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. അസീസ് മദലാകുന്ന്, മുസ്തഫ പഞ്ചവടി, റസാഖ് തിരുവത്ര, കുഞ്ഞു മുഹമ്മദ്, ജമീല PV, ഏരിയ കോർഡിനേറ്റർ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി കുട്ടികളുമായി സംവദിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം സ്കൂൾ പ്രധാന അധ്യാപകൻ ജോഷി നിർവഹിച്ചു. ക്ലാസ് അടിസ്ഥാനത്തിൽ 4 കാറ്റഗറിയിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ഓരോ കാറ്റഗറിയിൽ നിന്നും 1ാം സ്ഥാനം കരസ്ഥമാക്കിയവർ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നടക്കുന്ന IPH പുസ്തകമേളയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിശീലകനും സൈക്കോ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ VT ഇക്ബാൽ ക്ലാസ് നയിച്ചു. അൻസാർ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, വിവിധ വകുപ്പ് മേധാവികളായ സാജിദ റസാഖ്, KR രവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ അൻസാർ സ്കൂൾ വിദ്യാർത്ഥി KM നസ്നീമിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. രക്ഷിതാക്കൾക്കായുള്ള പുസ്തക നിരൂപണ മത്സര ജേതാക്കളായ അസ്മ NP, അനീസ് മുഹമ്മദ് AV, ഷംസുദ്ദീൻ AK എന്നിവരെയും വിദ്യാർത്ഥികൾക്കായി നടന്ന മത്സരത്തിലെ വിജയികളായ ഹൈസാൻ മുഹമ്മദ്, മുഹമ്മദ് റയ്യാൻ, ഇഷൽ മെറിൻ എന്നിവരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കുന്നംകുളം കഥാ ക്ലബ് കൂട്ടായ്മയുടെ വാർഷികോത്സവം ഡിസംബർ 8 ഞായറാഴ്ച ബദനി ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിലെ കോളേജ് സെമിനാർ ഹാളിൽ നടക്കും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സിനിമാ താരം ഇർഷാദ് വിശിഷ്ടാതിഥിയാകും. ചിത്ര പ്രദർശനം, വെബ്സൈറ്റ് ഉദ്ഘാടനം, സമ്മാനദാനം തുടങ്ങിയ പരിപാടികളും അനുബന്ധമായി നടക്കും. അറിയിപ്പ്: ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതശാസ്ത്രം താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. കണക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും B.Ed സെറ്റുമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 3 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 55 32 84 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചർമ്മം: ചാലിശ്ശേരി പെരുമണ്ണൂർ തായക്കാട്ടിൽ പരേതനായ അപ്പുണ്ണി മകൻ രവീന്ദ്രൻ നിര്യാതനായി 50 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. രജിത ഭാര്യയും അഞ്ജന, അഭിനവ് എന്നിവർ മക്കളുമാണ്. ആമക്കാവ് പയ്യഴി വടക്കേക്കര ഗോവിന്ദൻകുട്ടി നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. പരേതയായ ഗീതയാണ് ഭാര്യ. ജയശ്രീ, പ്രിയ, വിനോദ് കുമാർ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മങ്ങാട് ഒലക്കെങ്കിൽ പരേതനായ ജോസഫിന്റെ ഭാര്യ ത്രേസ്യ നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം മങ്ങാട് സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോളി, ഷേർലി, മിൽട്ടൺ, പരേതനായ തോംസൺ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിലെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം. വിശദീകരണവുമായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്. ചാവക്കാട് തിരുവത്ര AC ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സാറൂഖിനെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്. തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം കുന്നംകുളം നഗരസഭ അധികൃതർ പൊളിച്ചു നീക്കി. വാഹന ഗതാഗതത്തിന് തടസ്സമാണെന്നും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുന്നംകുളം കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശികളായ ആദർശ്, അഭിനവ്, അഭിജിത്ത് എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.